ഹലോ ഫ്രണ്ട്സ്, ബിഡോണുദ്ദിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളത്തെ വീഡിയോ നമ്മൾ മാർക്കറ്റിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇസ്രായേൽ ഇറാൻ വാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വാർ ബേസ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു 2 വീക്സ് ആയിട്ട് മാർക്കറ്റ് നല്ല രീതിക്ക് തന്നെ ക്രാഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിക്ക് അഫക്റ്റ് ചെയ്തത് നമ്മുടെ ക്രിപ്റ്റോ മാർക്കറ്റിന് തന്നെയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇപ്പോൾ സ്റ്റോക്സും എല്ലാം ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരുന്ന ടൈമിൽ സെല്ല് ചെയ്ത ശേഷം നേരെ അത് ഗോൾഡ് അതേപോലെ തന്നെ വേറെ ഇൻവെസ്റ്റ്മെൻറ്റിലോട്ടേക്ക് മാറ്റും. ഇപ്പോൾ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ വാറിൻ്റെ ഈ ഒരു കണ്ടീഷൻ കാരണം തന്നെ ഗോൾഡിൻ്റെ പ്രൈസ് നല്ല രീതിക്ക് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റോക്സും ക്രിപ്റ്റോ മാർക്കറ്റ്സും എല്ലാം നല്ല രീതിക്ക് ക്രാഷ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതേപോലെ തന്നെ കണ്ടിന്യൂ ആകുന്നുണ്ടെങ്കിൽ നമുക്ക് ഫർദറായിട്ട് ഇനിയും ക്രാഷ് വരാനുള്ള പോസിബിലിറ്റി നല്ല രീതിക്ക് തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞുതരാം. പിന്നെ ഇപ്പോൾ മാർക്കറ്റിൻ്റെ സപ്പോർട്ടും റെസിസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് മെയിൻലി കാണിച്ചു തരാം. കാരണം ഇപ്പോൾ ഒരു സപ്പോർട്ട് നല്ല രീതിക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു വാറിനെ US-ഉം ചൈനയൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെയും മാർക്കറ്റ് ക്രാഷ് ആകാനുള്ള ഒരു ചാൻസ് ആണ്. ഈ ഒരു സപ്പോർട്ട് മാക്സിമം ഹോൾഡ് ചെയ്ത സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നല്ല രീതിക്ക് ക്രാഷ് ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് ബൈനാൻസ് എടുത്തിരിക്കുന്നത്. ബൈനാൻസ് നമ്മൾ മുന്നേ വരച്ചിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതെല്ലാം നമ്മളിപ്പോൾ നേരെ നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൻ്റെ വ്യൂ ആണ് നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരെ ട്രേഡിംഗ് വ്യൂവിൻ്റെ BTCയുടെ കറണ്ട് ഗ്രാഫ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി $1,03,381 BTC ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണുന്ന പോലെ തന്നെ 1 ഡേ ഗ്രാഫ് എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഒരു സപ്പോർട്ട് പോയിന്റ് ഈ ഒരു $1,02,000 നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ US ഇപ്പോൾ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാറിന് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ട് നല്ല രീതിക്ക് ആക്ട് ആകുന്ന സപ്പോർട്ട് ക്രാഷായി പിന്നെ നല്ല രീതിക്ക് ഒരു ഡംപ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഡംപ് ഇവിടെ നോക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തൊരു മേജർ സപ്പോർട്ട് കാണുന്നത് $95,000 അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു 94,000 93,500 വരെ പോയി തിരിച്ച് ആ ഒരു 95,000 കൺസോൾട്ടേറ്റ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കറൻ്റ്ലി ഫ്യൂച്ചർ ട്രേഡിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഹൈ റിസ്ക് ആണുള്ളത്. എന്തുകൊണ്ടും 5x മേലെ നിങ്ങൾ ബൾക്ക് ഫണ്ട് ഇല്ലാതെ വെക്കാതിരിക്കുക. കാരണം ഫണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഉറങ്ങി എണീക്കുന്ന ടൈമിൽ തന്നെ ഈ ഒരു ലിക്വിഡേഷനും കാര്യങ്ങളൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്കറിയുന്ന പോലെ തന്നെ USA-ൽ ഏകദേശം 10 to 12 hours വേരിയേഷൻസ് ഉണ്ട്, ടൈം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കിടന്ന് ഉറങ്ങുന്ന ടൈമിലായിരിക്കും അവിടെ ന്യൂസും കാര്യങ്ങളൊക്കെ അവർ അനൗൺസ് ചെയ്യുക. ആ ഒരു ടൈമിൽ മാർക്കറ്റ് നല്ല രീതിക്ക് ക്രാഷ് ആവും. നമ്മൾ വന്ന് നോക്കുന്ന ടൈമിൽ ഫുള്ളി ലിക്വിഡേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ആകുന്ന വരെ നിങ്ങൾ മാക്സിമം ഹോൾഡ് ചെയ്യുക, മാക്സിമം ഫ്യൂച്ചേഴ്സ് ഒന്നും ട്രേഡ് ചെയ്യാതിരിക്കുക. അഥവാ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ USA ഉള്ളിൽ കയറി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ $95,000 എത്തും. പിന്നെ അവിടെ നിന്നും പിന്നെ ഇറങ്ങാനുള്ളൊരു പോസിബിലിറ്റീസ് നല്ല രീതിയിൽ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു $95,000 റീച്ചായി നിങ്ങൾക്ക് ഒരു ലോങ് വേണമെങ്കിൽ ട്രേ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതും പറഞ്ഞ് നിങ്ങളിപ്പോൾ ഷോർട്ട് ട്രേ ചെയ്യണമെന്നല്ല, $95,000 വരെ പോകുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഷോർട്ട് എടുക്കാമെന്ന് പറഞ്ഞ് നിങ്ങളിപ്പോൾ ഷോർട്ട് എടുക്കാമെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ USA എന്തെങ്കിലും ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് മാർക്കറ്റ് പിന്നെയും കയറണമെന്നുണ്ടെങ്കിൽ പിന്നെയും അവിടെ നിങ്ങൾക്ക് ഇഷ്യൂ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും മാക്സിമം നമ്മളിപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്കൊരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം, മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി അതിനുശേഷം നിങ്ങൾ മാക്സിമം ട്രേഡ് എടുക്കാൻ വേണ്ടി നോക്കുക. നമുക്ക് അടുത്ത ഒരു മെയിൻ റീസൺ നോക്കണമെങ്കിൽ നമ്മൾ BTC ഡൊമിനൻസിൻ്റെ ഗ്രാഫ് എടുത്തിരിക്കുകയാണ്. അതും 1 ഡേ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഗ്രാഫ്. ഇവിടെ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ നമുക്കിവിടെ BTC ഡൊമിനൻസ് നല്ല രീതിക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു റെസിസ്റ്റൻസിലാണ് കറൻ്റ്ലി ഉള്ളത്. ബട്ട് ഈ ഒരു റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് മേലെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു BTC ആ ഒരു സപ്പോർട്ട് ആ ഒരു ടൈമിൽ ബ്രേക്ക് ചെയ്ത് നേരെ താഴത്തോട്ടേക്കും വരും. അപ്പോൾ ഇപ്പോൾ നമുക്ക് BTCയുടെ കാര്യം നോക്കണമെന്നുണ്ടെങ്കിൽ ഡൊമിനൻസ് കൂടി വരികയാണ്. അതേപോലെ തന്നെ നമ്മുടെ BTCയുടെ ആക്ച്വൽ പ്രൈസ് കുറഞ്ഞു വരികയാണ്. അത് എപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും. അത് നമുക്ക് എപ്പോഴും അറിയുന്ന പോലെ തന്നെ BTCയുടെ പ്രൈസ് കുറയുന്ന ടൈമിൽ ഡൊമിനൻസ് കൂടിക്കൊണ്ടിരിക്കും. ഡൊമിനൻസ് കുറയണമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് BTCയുടെ പ്രൈസ് ഇൻക്രീസ് ആവുള്ളൂ. ഓക്കെ, സെയിം ഗ്രാഫിനെയാണ് നമുക്കിവിടെ നമ്മുടെ എത്തീരിയത്തിലും കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ എത്തീരിയം നമുക്കിവിടെ നോക്കണമെന്നുണ്ടെങ്കിൽ മേജറായിട്ടുള്ള 2 മെയിൻ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസിലുണ്ട്. ഈ ഒരു $2,400 മെയിൻ സപ്പോർട്ടിലാണ് ഇപ്പോൾ കറൻ്റ്ലി ഹോൾഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വലിയൊരു ക്രാഷിനെ എത്തീരിയത്തിൽ കാണാൻ വേണ്ടി പറ്റും. കാരണം അടുത്തൊരു മെയിൻ സപ്പോർട്ട് വരുന്നത് $2,100 പക്ഷേ ആ ഒരു സപ്പോർട്ട് നമുക്ക് ഹോൾഡ് ചെയ്യുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു അസംഷനിൽ BTC ഡംപാണ് ടൈമിൽ എത്തീരിയം ഏകദേശം $1,800 വരെ പോകാനുള്ള ഒരു പോസിബിലിറ്റീസ് കാണുന്നുണ്ട്. അപ്പോൾ എത്തീരിയത്തിൽ നിങ്ങൾ BTCയിൽ എടുക്കുന്നതിനെക്കാട്ടിലും റിസ്ക് എടുത്തിട്ട് വേണം ഫ്യൂച്ചേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എത്തീരിയത്തിൽ നിങ്ങളിപ്പോൾ ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ബൈനാൻസിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഫുള്ള് ബ്ലഡ് റെഡാണ്. എത്തീരിയത്തിന് $2,438 എപ്പോൾ വേണമെങ്കിലും ബ്രേക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു വാറ് കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കില്ല. എപ്പോഴെങ്കിലും ഒരു സ്റ്റോപ്പ് ഉണ്ടാവും. അപ്പോൾ ഒരു സ്റ്റോപ്പ് ഉണ്ടാകുന്ന ടൈമിൽ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് പമ്പായിക്കൊണ്ടിരിക്കും. നമുക്ക് എപ്പോഴൊക്കെ ഡിപ്പ് കിട്ടുന്നുണ്ടോ ആ ഒരു ഡിപ്പിലൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുക. അതാണ് നമുക്കിവിടെ ചെയ്യാൻ വേണ്ടി പറ്റുക.
അപ്പോൾ പാനിക്കായിട്ട് സെല്ല് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങളിപ്പോൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 മാസം 5 മാസം കഴിഞ്ഞിട്ട് മാർക്കറ്റ് കയറുന്ന ടൈമിൽ നിങ്ങൾ ആ ഒരു ടൈമിൽ എന്തിനാണ് ഇപ്പോൾ സെല്ല് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അപ്പോൾ തിങ്ക് ചെയ്യും. അതുകൊണ്ട് നമ്മൾ പറയുന്നത് എപ്പോഴൊക്കെ നമുക്കൊരു ഡിപ്പിംഗ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടുക ആ ടൈമിലൊക്കെ ബൈ ചെയ്യുക. അതാണ് നമുക്കിപ്പോൾ മാക്സിമം ചെയ്യാൻ വേണ്ടി പറ്റുക. ചിലപ്പോൾ നിങ്ങൾ എത്തീരിയം ഒരു $2,800 വരെ നമുക്ക് പോയി, 2,879 വരെ പോയി. ആ ഒരു ടൈമിൽ നിങ്ങൾ ബൈ ചെയ്തിട്ടുണ്ടാകും. ചിലപ്പോൾ $2,800 $2,850 ബൈ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ കുറച്ച് ഡംപിലായിരിക്കും. പക്ഷേ ഈ ഒരു ഡമ്പൊന്നും ഒരു ഡമ്പല്ല. എത്തീരിയത്തിൻ്റെ ഓൾ ടൈം ഹൈ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ $4,000+ ആണ്. എങ്ങനെ നോക്കിയാൽ പഴയ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് $4,000 വരെ റീച്ച് ആവും. നിങ്ങൾക്കൊരു ഡംപ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2x ഫ്യൂച്ചേഴ്സ് എടുക്കാൻ വേണ്ടി പറ്റും. ഒരു $1,800 അല്ലെങ്കിൽ $2,000 നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എൻട്രിയാണ്. നമ്മളൊരു 2 months മുന്നേയൊക്കെ എത്തീരിയം 1,400 1,300 നിൽക്കുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞതാണ് നിങ്ങൾ മാക്സിമം എത്തിൽ എൻട്രി എടുക്കുക, സോളിൽ എൻട്രി എടുക്കുക, ഈ ഒരു ഡിപ്പ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു പറഞ്ഞിട്ട് അതേ സെയിം വേർഡ്സ് തന്നെയാണ് നമുക്ക് ഇപ്പോഴും പറയാനുള്ളത്. കാരണം എപ്പോഴൊക്കെ ഡിപ്പ് കിട്ടുന്നോ അപ്പോൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് കയറുന്ന ടൈമിൽ സെല്ല് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കാം. അല്ലാതെ നമ്മൾ എപ്പോഴൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ടോ ആ ഒരു ടൈമിലൊക്കെ ബൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ആ ഒരു ടൈമിൽ മാക്സിമം ഒരു റീട്രേസ്മെൻറ്റ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കിട്ടിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എൻട്രി എടുക്കുക. അതായിരിക്കും നമുക്ക് ഫ്യൂച്ചറിലും പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെറ്റർ ഓപ്ഷൻസ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരണം, അതൊന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തത്. നമ്മൾ നാളെ നിങ്ങൾക്ക് മാക്സിമം ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ബൈ ചെയ്യാൻ പറ്റുന്ന കോയിൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. നാളെ നമ്മൾ എന്തായാലും ഷുവറായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോ കുറച്ചെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ മറക്കാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഗുഡ് ബൈ.